എനിക്കിന്ന് ഞെട്ടിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് സിയാസ് കരീമിന് അതിജീവിത പൈസ അയച്ച സ്ക്രീൻഷോട്ടാണ്. അതിനുശേഷം പൈസ ആവശ്യപ്പെടുന്ന സിയാസ് കരീം എനിക്ക് ഇന്ന GPay നമ്പർക്ക് പൈസ അയച്ചു തന്നാൽ മതി എന്ന് സിയാസ് കരീം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും കിട്ടിയിട്ടുണ്ട്. ഇവർ തമ്മിൽ പരാതി കൊടുത്ത അതിജീവിതയും സിയാസ് കരീമും തമ്മിൽ സംസാരിച്ച ചില സ്ക്രീൻ റെക്കോർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ കേസ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ സിയാസ് കരീം ഒരിക്കലും ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് സിയാസ് കരീമിന് ഈ പെൺകുട്ടിയെ അറിയാം. പെൺകുട്ടി എന്ന് പറയാൻ കാരണം ന്യൂസിൽ നിങ്ങൾ 60 വയസ്സെന്നാണ് കേട്ടത്. എന്നാൽ ഇവരുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി 60 വയസ്സായിട്ട് തോന്നുന്നില്ല. ആ ഫോട്ടോ ഞാൻ വെച്ച് തരുന്നില്ല. അതൊരു അതിജീവിതയായതുകൊണ്ട് ഒരു 35-40 വയസ്സായിട്ടുള്ള ഒരു യുവതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ, സിയാസ് കരീമും ഈ യുവതിയും തമ്മിൽ ഈ കേസ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവർ എന്തോ ഒരു ബിസിനസ് ഒരുമിച്ച് ചെയ്യാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് പൈസ കൈമാറിയത്. സിയാസ് കരീം പറയുന്നത് അങ്ങനെ ഒരു പൈസയും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല എന്നാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ആദ്യം തന്നെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. സിയാസ് കരീമിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ സിയാസ് കരീമിനെ തള്ളിപ്പറയാനോ അതിജീവിതയെ പൊക്കി പറയാനോ അല്ലെങ്കിൽ അതിജീവിതയെ തള്ളിപ്പറയാനോ അല്ല ഞാൻ വന്നത്. സത്യമെന്ത് അത് നിങ്ങൾ അറിയണം. ഓക്കെ, അതിജീവിതയുടെ ഒരു ഓഡിയോ സന്ദേശം നിങ്ങൾ ആദ്യം കേൾക്കണം. അതിനുശേഷം സിയാസ് കരീം അതിജീവിതക്ക് മെസ്സേജ് അയച്ച ആ ഒരു മെസ്സേജ് ഞാൻ വെച്ച് തരാം. ഓക്കെ, പട്ടിണിയാന്ന് പോലും പറഞ്ഞത് എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ഓനൊരു വീഡിയോയിലെല്ലാം അങ്ങ് അയച്ചു കളയല. എൻ്റെ കയ്യിൽ നിന്ന് ഓന് ഊറ്റി ഫുള്ള് പൈസയും വാങ്ങിച്ച് കൊണ്ടുപോയതോനല്ലേ. അതിൻ്റെ ഒരു നന്ദിയും കാണിച്ചിട്ടില്ല. കാണിക്കണ്ട, നന്ദി എനിക്ക് വേണ്ട. പക്ഷെ ഒന്നും ഇല്ലാത്തതുപോലെ അത് 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 നടക്കൂല. വീഡിയോ ഇട്ടായിരുന്നു. ആദ്യം അത് അതിനുശേഷം ഈ പറഞ്ഞ നജ്മ എന്റെ ഭാര്യയും എന്റെ ഉമ്മയും സംസാരിക്കുന്ന അല്ലെങ്കിൽ വോയിസ് എടുത്ത് വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എന്റെ ശത്രുക്കൾക്ക് രീതിയിൽ മെൻഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. അവർ പറയുന്ന അവർക്ക് ഞാൻ പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടല്ലോ, അതിൽ നിന്ന് 1 രൂപ കുറയാതെ വാങ്ങിച്ച പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എടി ഞാൻ ഷിയാസം പറഞ്ഞത് ഡിലീറ്റ് ചെയ്യുന്നത് ചെയ്യാം. ആദ്യം നിന്റെ ഡിലീറ്റ് ചെയ്യും, അത് കഴിയുമ്പോ ഞാൻ ഇതും ഡിലീറ്റ് ചെയ്യിക്കാം. ഞാൻ വിളിക്കാന്നിങ്ങ രണ്ടും പറയിപ്പിക്കും. ഇനി പറഞ്ഞതും കരഞ്ഞതും തെളിവ് കൊടുക്കാൻ എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, എല്ലാ കാര്യവും. നീ പട്ടിണിയാന്ന് പോലും പറഞ്ഞത് എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ഓനൊരു വീഡിയോയിലെല്ലാം അങ്ങ് അയച്ചു കളയല. മുസ്ലിം വിരോധിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം, എനിക്ക് പാർട്ടിയുടെ മതം, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു മാത്രമേ. സത്യമാണ്, മുസ്ലിമായി ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കലാണ് ഹോബി തന്നെ. അവസാനത്തെ ഇരയാ ഞാൻ. എന്നെ പറ്റിച്ചതൊരു 50 ലക്ഷം. ഈ പണിയൊന്നും നമ്മളെ മാരാർ എടുക്കാത്തത് കൊണ്ടേ മാരാർക്ക് അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇട്ടിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും ആൾക്കാരെ പറ്റിച്ചിട്ടും തന്നെയാണ് താങ്കളും ജീവിക്കുന്നത്. അത് മറന്നുപോയിട്ടാണ് നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നിന്റെ ഹാജർ മോളെന്ന് നിന്റെ ഉമ്മണ്ടല്ലോ, ആ സ്ത്രീ അനുഭവിച്ച വേദന മാത്രം മതിയിടൂ നിന്റെ ജീവിതം കുട്ടിച്ചോറാതെ. അവരിപ്പോ അങ്ങനെയൊക്കെ പറയും, അവരൊരു പാവ സ്ത്രീയാ. ആ സ്ത്രീനോളം പാവായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നീ രക്ഷപ്പെടുന്നത്. കാരണം അവരെന്നോട് പറഞ്ഞ വോയിസൊക്കെ ഞാൻ പുറത്തു വിടുക. അതായത് ഇവരുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണണം. ഇതിൽ സിയാസ് കരീമിന്റെ നമ്പർ അടക്കമുണ്ട്. ആ നമ്പർ ഞാൻ ഹൈഡ് ചെയ്യാം, കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. നമ്പർ ലീക്ക് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അദ്ദേഹത്തിന് ഫോൺ പോകും. അതായത് പരാതി കൊടുത്ത ഈ ഒരു സ്ത്രീ 50,000 വെച്ചിട്ട് 2 തവണ അയച്ച, അപ്പോൾ 1 ലക്ഷം സിയാസ് കരീമിന് കിട്ടി. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണാം. ബാങ്ക് വഴി സിയാസ് കരീമിന് പൈസ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നടുക്കുന്ന ഞെട്ടിക്കുന്ന ചാർട്ട്സ് ഉണ്ട്, അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് സിയാസ് കരീം തന്നെ പറയുന്നത് ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ അയച്ചാൽ മതി, പൈസ പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയാം. സിയാസ് കരീം ഈ കേസ് പരിശോധിക്കുമ്പോൾ സിയാസ് കരീം വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് ലൈംഗികമായിട്ട് എവിടെയും പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ കേസ് പരിശോധിക്കുമ്പോൾ നേരെ മറിച്ചിട്ട് സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്. എന്തോ ഒരു ബിസിനസ് ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് സിയാസ് കരീം പൈസ മേടിച്ചത്. അതിനുശേഷം ആ ബിസിനസ് പൊട്ടുകയും സിയാസ് കരീമിന് റിട്ടേൺ പൈസ ഇവർ ചോദിച്ചു, സിയാസ് കരീം കൊടുക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് കേസ് കൊടുത്തത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾ നമുക്കറിയാം, നമ്മൾ മിണ്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. അത് വളരെ വളരെ തെറ്റാണ്. ഇനി നമ്മൾ
സിയാസ് കരീം തന്നെ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ സിയാസ് കരീം അവരെ ഈ പരാതി കൊടുത്തവരെ എനിക്കറിയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വെച്ച് തരാം. എല്ലാവരോടും പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്, സിയാസ് കരീമിന്റെ ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു ചാർട്ട്സ് ഉണ്ട് സിയാസ് കരീം ഇവർക്ക് അയക്കുന്നത്. അത് വെച്ച് തരാം, അത് എല്ലാവരും കേൾക്കണം. നമുക്ക് എന്തായാലും ഇന്നലെ സിയാസ് കരീം എന്താണ് പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കേട്ട് വരാം. ഓക്കെ, എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ ഞാൻ സിയാസ് കരീമിനൊപ്പമാണ്. അതായത് 60 വയസ്സല്ല സിയാസ് കരീം, 40-45 ആ ഒരു റേഞ്ചിലാണ് വയസ്സുള്ളത്. പക്ഷേ സിയാസ് കരീം എവിടെയും വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണൽ അറിയുന്നത്. പൈസ മേടിച്ചിട്ടുണ്ടോ സിയാസ് കരീമിനോട് ചോദിക്കാം. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. ഓക്കെ, സിയാസ് കരീമിന് ഇതിനു മുമ്പ് കള്ളക്കേസ് വന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം പൊരുതി ജയിച്ചിട്ടുണ്ട് ആ കേസിൽ. ഓക്കെ, അതിലേക്കൊക്കെ നമ്മൾ വരുന്നില്ല, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. ബട്ട് ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേര് കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ